എമ്പുരാൻ എന്ന സിനിമ ഏവർക്കും സർപ്രൈസ് നൽകിയാണ്. ഇപ്പോഴിതാ വലിയൊരു സർപ്രൈസ് പങ്കുവച്ചുകൊണ്ടാണ് മോഹൻലാൽ തന്നെ എത്തിയിരിക്കുന്നത്. തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ എമ്പുരാൻ എന്ന സിനിമ OTT എത്താൻ പോകുന്നു. മലയാളത്തിലെ വലിയ ഹിറ്റായി മാറിയ ചിത്രമാണ് മോഹൻലാൽ നായകനായ എമ്പുരാൻ. മാർച്ച് 27 ഇറങ്ങിയ ചിത്രം അതിന്റെ തിയേറ്റർ റൺ ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. 260 കോടിക്ക് മുകളിൽ ചിത്രം തിയേറ്ററിൽ നിന്നും ഗ്രോസ് കളക്ഷൻ നേടിയെന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. മലയാളത്തിൽ ആദ്യമായി 100 കോടി ഷെയർ നേടിയ ചിത്രമായി മാറുകയും ചെയ്തു എമ്പുരാൻ. ചിത്രം ഇറങ്ങിയ സമയത്ത് അതിലെ ഉള്ളടക്കം വിവാദമായിരുന്നു. ചിത്രത്തിനെതിരെ ഒരു വിഭാഗം നടത്തിയ എതിർപ്പ് ശക്തമായതിന് പിന്നാലെ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ തന്റെ ചിത്രം റീ എഡിറ്റ് ചെയ്തിരുന്നു. നിരവധി കട്ടുകളോളം ചിത്രത്തിന് വന്നുവെങ്കിലും അതൊന്നും പ്രശ്നമല്ലാത്ത രീതിയിലാണ് ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തിയത്. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റിലീസ് പ്രഖ്യാപിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രം OTT പ്രദർശനത്തിന് എത്തുന്നത്. ഏപ്രിൽ 24 ചിത്രം OTTയിൽ എത്തുന്നതും, അതായത് തിയേറ്ററിൽ എത്തി 27 ദിവസത്തിന് ശേഷം OTT റിലീസ്. ബോളിവുഡ് കണ്ട ഏറ്റവും വലിയ കളക്ഷനാണ് എമ്പുരാൻ എന്ന സിനിമ സ്വന്തമാക്കിയത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ. ഇനി ഒരു മലയാള സിനിമയ്ക്ക് ഇതൊക്കെ സാധിക്കുമോ എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് എമ്പുരാന്റെ കളക്ഷൻ വന്നിരിക്കുന്നത്. ഇതിനിടയ്ക്കാണ് മോഹൻലാൽ ഹേറ്റേഴ്സ് ഇതൊന്നും സമ്മതിച്ചു തരാതെ കമന്റ് ബോക്സുകളിൽ ഈ ചിത്രം വലിയ പരാജയമാണ്, ഇത്ര കോടി നഷ്ടപ്പെട്ടു എന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടെത്തുന്നത്. എന്നാൽ അതൊന്നുമല്ല എന്നതാണ് യഥാർത്ഥ വാസ്തവം. ഏറ്റവും വലിയ കളക്ഷനും ഏറ്റവും വലിയ ലാഭവുമാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ഹൗസ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. മറ്റൊരു സിനിമയ്ക്ക് ഇതൊക്കെ സാധിക്കുമോ എന്നതുപോലും സംശയകരമായി നിൽക്കുന്നു. തിയേറ്ററുകാരും ഇതൊക്കെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് എത്തുന്നു. ഇതൊക്കെ നിൽക്കുമ്പോഴും അവർക്ക് എങ്ങനെങ്കിലും എമ്പുരാൻ ഒരു ഫ്ലോപ്പായ സിനിമയാക്കി മാറ്റണം. അത് കമന്റ് ബോക്സുകളിലും പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും വ്യക്തമായി മനസ്സിലാകുകയും ചെയ്യും, അവർ ഏത് വിഭാഗമാണെന്നും എന്താണെന്നും ഒക്കെ. എന്നാൽ അതിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. കാരണം എമ്പുരാൻ ഒരു ഓൾ ടൈം ബ്ലോക്ക് ബാസ്റ്റർ സിനിമയാണ്. 4 ആഴ്ച കൊണ്ട് ഒരു സിനിമ നേടുന്ന കളക്ഷനാണ് എമ്പുരാൻ ഒരാഴ്ച കൊണ്ട് നേടിയതെന്ന് തിയേറ്റർ ഉടമയും ഫിയോക് പ്രതിനിധിയുമായ സുരേഷ് ഷേണായി കഴിഞ്ഞ ദിവസം പറഞ്ഞത് വലിയ രീതിയിൽ വൈറലായി മാറി. എമ്പുരാൻ വന്നതോടെ തിയേറ്ററിലേക്ക് ആളുകൾ തിരിച്ചു വന്നു. ആദ്യ ആഴ്ചയിൽ തന്നെ നല്ല കളക്ഷൻ നേടി മലയാള സിനിമയിൽ ഒരു റെക്കോർഡ് ഉണ്ടാക്കാൻ എമ്പുരാന് സാധിച്ചെന്നും ഒരു അഭിമുഖത്തിൽ സുരേഷ് ഷേണായി പറഞ്ഞു കഴിഞ്ഞു. മലയാള സിനിമയിൽ ഒരു റെക്കോർഡ് ഉണ്ടാക്കാൻ എമ്പുരാന് സാധിച്ചിട്ടുണ്ട്. ആദ്യ ആഴ്ചയിൽ തന്നെ നല്ല കളക്ഷൻ നേടി. 4 ആഴ്ച കൊണ്ട് ഒരു സിനിമ നേടുന്ന കളക്ഷനാണ് എമ്പുരാൻ ഒരാഴ്ച കൊണ്ട് നേടിയത്. കാരണം എമ്പുരാന്റെ സമയത്ത് മറ്റ് റിലീസുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കേരളത്തിലെ 700 സ്ക്രീനുകളിൽ 600-ലധികം സ്ക്രീനുകളിലും എമ്പുരാനാണ് പ്രദർശിപ്പിച്ചത്. ഗംഭീര ബുക്കിംഗ് ആയിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത്. ലൂസിഫറിന്റെ 2ാം ഭാഗമായതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. എമ്പുരാൻ വന്നതോടെ തിയേറ്ററിലേക്ക് ആളുകൾ തിരിച്ചു വന്നു. ഫെബ്രുവരിയിലും മാർച്ചും മോശപ്പെട്ട മാസമായിരുന്നു മലയാള സിനിമയ്ക്ക്. അത് വെച്ച് നോക്കുമ്പോൾ ഓളം ഉണ്ടാക്കാൻ എമ്പുരാന് കഴിഞ്ഞിട്ടുണ്ട്. സുരേഷ് ഷേണായി പറഞ്ഞതിങ്ങനെ. ഇപ്പോഴിതാ വിഷു റിലീസായി എത്തിയ സിനിമകൾക്കും എമ്പുരാന്റെ ബെനിഫിറ്റ് ഉണ്ടായി എന്നുള്ളത് കാണാനും കഴിയും. മലയാള സിനിമയുടെ പല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ച ചിത്രമാണ് മോഹൻലാൽ പൃഥ്വിരാജ് ടീമിന്റെ എമ്പുരാൻ. മാർച്ച് 27 റിലീസ് ചെയ്ത സിനിമ നിലവിൽ ആഗോള ബോക്സ് ഓഫീസിൽ 250 കോടിയും മറികടന്ന് 260 കഴിഞ്ഞിട്ടുണ്ട്. ആദ്യ ദിനം മുതൽ സിനിമ മികച്ച കളക്ഷനോടെയാണ് മുന്നേറുന്നത്. ആദ്യ ദിനത്തിൽ 67 കോടിയിലധികം നേടിയ സിനിമ 48 മണിക്കൂർ പിന്നീട് മുന്നേ ആഗോളതലത്തിൽ 100 കോടി ക്ലബ്ബിൽ എത്തുകയും ചെയ്തു. എമ്പുരാൻ 5 ദിവസം കൊണ്ടാണ് ആഗോളതലത്തിൽ 200 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചത്. അതേസമയം ഒരു 3ാം ഭാഗത്തിന്റെ സാധ്യതകൾ ബാക്കി വച്ചാണ് സിനിമ അവസാനിക്കുന്നത്. ഈ 3ാം ഭാഗത്തിന് ഇനി ഇതിലും വലിയ റിസപ്ഷൻ തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ നോക്കുമ്പോഴും ഇന്നേ ദിവസവും ബോക്സ് ഓഫീസിൽ എമ്പുരാൻ മികച്ച രീതിയിൽ റൺ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനാണ് കഴിഞ്ഞ ദിവസം പോലും എമ്പുരാൻ സ്വന്തമാക്കിയത്. ഏതാണ്ട് 23 ലക്ഷം എമ്പുരാൻ കേരള ബോക്സ് ഓഫീസിൽ നിന്നും പ്രീമിയം തിയേറ്ററുകളിൽ നിന്നും സ്വന്തമാക്കിയിട്ടുണ്ട്. എമ്പുരാൻ ഇപ്പോഴും ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നതാണ് കാണാൻ കഴിയുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്നും എമ്പുരാൻ 85 കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 85 കോടി 2 പ്രാവശ്യം മറികടക്കുന്ന നടനായി മോഹൻലാൽ മാറിയതും വളരെ കൗതുകമാണ്. പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെയാണ് ആദ്യത്തെ ഇൻഡസ്ട്രി ഹിറ്റ് മോഹൻലാൽ 85 കോടി മറികടന്ന് സ്വന്തമാക്കിയത്. ഇപ്പോഴിതാ പുലിമുരുകന്റെ 85 കോടിയും എമ്പുരാനിലൂടെ മോഹൻലാൽ മറികടന്നു. ഇനി ഒരു ഇൻഡസ്ട്രി ഹിറ്റിലേക്കുള്ള കുതിപ്പാണ്. അതിന് 89 കോടി മറികടക്കേണ്ടതുണ്ട്. അതിനെയാണ് ഇപ്പോൾ പ്രേക്ഷകരും നിർമ്മാതാക്കളും ഒക്കെ ഉറ്റുനോക്കുന്നത്. എന്തായാലും സെക്കൻഡ് ഹയസ്റ്റ് ഗ്രോസർ കേരള ബോക്സ് ഓഫീസിൽ എമ്പുരാൻ തന്നെയാണ് എന്നത് ഉറപ്പായി. 85.3 കോടിയാണ് ഇതുവരെ എമ്പുരാൻ 21 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത്. 89.1 കോടിയാണ് 2018 എന്ന ചിത്രം ഇൻഡസ്ട്രി ഹിറ്റായി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി നിൽക്കുന്നതും.